ഇപ്പോൾ ഗൈസ് ദാ വേദു ഇവിടെ ഒരു ഡോഗിൻ്റെ പടം വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന്. ഇങ്ങനെ പെന്ന് വെച്ചാണ് വരയ്ക്കുന്നത്. അപ്പോൾ എത്രത്തോളം നന്നാവും നമുക്കറിയില്ല. എന്നാലും നമുക്ക് നോക്കാം എത്രയാണ് വരയ്ക്കുകയെന്ന് എങ്ങനെയാണെന്നും. ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതികളിലാണ് അവർ വരയ്ക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, ഒരുവിധമൊക്കെ ഒത്തു തന്നെ വരണുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇതങ്ങനെ ഇപ്പോൾ വരച്ച് കഴിയാറായി. എൻ്റെ വാലൊക്കെ വരയ്ക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വേദു ഇങ്ങനെ മെല്ലെ മെല്ലെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ ചെറിയ ചെറിയ വരകളും എല്ലാം നമ്മൾ പ്രോത്സാഹിച്ച് കൊടുക്കണം. എന്നാലേ അവർക്കും ഒരു ഇഷ്ടം ഉണ്ടാവുള്ളൂ. പിന്നീട് ചെയ്യാൻ അവർക്കൊരു ഇഷ്ടങ്ങളും കാര്യങ്ങളും തോന്നുള്ളൂ. അപ്പം വേദു ഡോഗിനെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ഒരു പിക്ചറിലോട്ട് പോയിട്ടുണ്ട്. ഇതെന്തോ ഡോഗാണ്. ഇനി എന്താ വരയ്ക്കുക? പാരറ്റ്. അപ്പോൾ ഇതാ പാരറ്റിനെ വരയ്ക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ എത്രത്തോളം നന്നാവുമെന്നറിയില്ല, നമുക്കെന്നാലും നോക്കാം. വേദു ചോദിക്കുമായിരുന്നു നല്ലതാണോ എങ്ങനെയാണെന്ന്, അച്ചായാണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ വേദു കൂടുതലും ഹിന്ദിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സംസാര ഭാഷ നമ്മൾ കുറച്ച് ഹിന്ദി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ മലയാളവും പറയും, എന്നാലും കുറച്ചൊക്കെ ഹിന്ദിയാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല. നാട്ടിൽ വന്നതിന് ശേഷം ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. മലയാളം പറയുന്നൊക്കെയുണ്ട്. ഇതിന് മലയാളി കൂട്ടുകാരൊക്കെ കുറേ പേരുള്ളത് കൊണ്ട് തന്നെ സംസാരിക്കാനൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഹിന്ദി കയറി വരുമെങ്കിൽ പോലും. അങ്ങനെ പാരറ്റിനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണുന്നത്. തീരാറായോ വേദു? ഇച്ചിരി തീരാനായി. വേദു ഇങ്ങനെ ഇച്ചിരി തീരാറായെന്നൊക്കെ പറയണുണ്ട്. അപ്പോൾ പാരറ്റിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് നമ്മൾ കാണുന്നത്. എൻ്റെ തല ഇങ്ങനെ ഹെഡിൻ്റെ ഭാഗം വരച്ച് വരികയാണ്. കണ്ണൊക്കെ നന്നായിട്ട് തന്നെ വരച്ചു, ചുണ്ടൊക്കെ വരച്ച് വരുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് പാരറ്റ് തന്നെയാണ്. അപ്പോൾ എങ്ങനെയായാലും കുട്ടികൾ വരയ്ക്കുന്നതന്നെ നമ്മൾ നന്നായിട്ട് തന്നെ എൻകറേജ് ചെയ്യാൻ ശ്രമിക്കണം. എന്നാലേ അവർക്കും ഒരു ഇഷ്ടം തോന്നുകയുള്ളൂ. അപ്പോൾ അങ്ങനെ പാരറ്റായി. അപ്പോൾ നമുക്കിനി അടുത്ത ചിത്രമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.